സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മനോഹരമായ നിങ്ങളുടെയൊക്കെ കമൻറ്റുകളും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വന്ന് പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നു. ഏറെ സന്തോഷം. ഇന്ന് ഒരു പെങ്ങൾ എനിക്ക് അയച്ചൊരു വോയിസ് മെസ്സേജ്, രേഖ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ഏറെ എന്താ പറയുക, കുടുംബത്തിലുണ്ടാവുന്ന വിഷയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അവർ ഇന്ന് അനുഭവിച്ച ഒരു സന്തോഷം, മകൻ്റെ ഒരു കല്യാണ നിശ്ചയവുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചു. അതുപോലെ പിന്നെ കാണുന്നതെല്ലാം, ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം ഒരാഴ്ച മുമ്പേ ആണ് ഞാനുമായിട്ടൊരു ഫേസ് ടു ഫേസ് ഒരു അപ്പോയിൻമെൻ്റ് നടന്നത്. അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഇങ്ങനെ പോസിറ്റീവായി മാറുക എന്നുള്ള ചിന്തയാണ് അവരിലുള്ളത് എന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് ഇല്ലാത്തതല്ല. ഇപ്പോഴാണ് നമ്മൾ ചെറിയ ടിപ്പുകൾ കൊടുത്തപ്പോഴാണ് ഇത് തിരിച്ചറിവുണ്ടാകുന്നതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം പുള്ളി പറഞ്ഞത്, ഓഫീസിലെ ചെറിയ വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു യാത്ര പോവുകയാണ്, പ്രൊമോഷൻ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നല്ലൊരു എൻ്റർടൈൻ ചേഞ്ചസ് അവിടെ വന്നു എന്നുള്ളത്. പിന്നെ പറഞ്ഞ കാര്യം, ആദ്യമായിട്ട് എനിക്കും ലോട്ടറി അടിച്ചു, 5000 രൂപയുടെ ലോട്ടറി ഇന്ന് അടിച്ചു എന്നുള്ളത്. എന്നുവെച്ചാൽ അതൊക്കെ ഒരു എന്താ പറയുക, അവരെ സംബന്ധിച്ച് വലിയൊരു നേട്ടം വന്നു എന്നുള്ളത് ഏറെ സന്തോഷമാണ് അങ്ങനെയുള്ള കാര്യം കേൾക്കുമ്പോൾ. അതുപോലെ പലരും, ഇതിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഞാനത് ജസ്റ്റ് ഒന്ന് എനിക്കത് ഇപ്പോൾ കേട്ടതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എനിക്കും ലൈഫിൽ ഇതൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ഞാനും ഇതുപോലെ സന്തോഷവാനാണ്. നിങ്ങളുടെയൊക്കെ ഈ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ, ഇങ്ങനെ എല്ലാ ദിവസവും വൈകിട്ട് 9 മണി ആവാൻ വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നു എന്നറിയുമ്പോൾ ഏറെ സന്തോഷം. എന്തോ എവിടെയോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിൽ മാറ്റമുണ്ടാകുന്നു എന്നും ആ മാറ്റം നിങ്ങൾ എന്നും നിലനിർത്തണം എന്നുള്ളതും അഭ്യർത്ഥനയാണ് എനിക്കെപ്പോഴും ഉള്ളത്. കാരണം മാറ്റം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരും, പക്ഷെ അത് നിലനിർത്താൻ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മനോഹരമായൊരു ഗാനത്തിലേക്ക് പോകാം. അംബിക എസിയുടെ സഹോദരിയുടെ മനോഹരമായ ഗാനങ്ങളെല്ലാവരും എന്നും ആസ്വദിച്ച് കേൾക്കുന്ന ഹൃദയത്തിൽ നിന്നുള്ള രാഗം, ഹൃദയരാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹൃദയത്തിൽ നിന്നുള്ള രാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ മനോഹരമായ ആ ക്ലാസ് നമുക്ക് ആസ്വദിക്കാം. കാരണം അത്രയും ഭംഗിയോട് തന്നെ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഇതൊക്കെ ഗുണകരമാകുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഓവർ ടു യു അംബിച്ച് പാടി. അക്ഷരരൂപിണി വീണാപാണി അഭയം നൽകുക ദേവി നീ. അഞ്ജലി കൂപ്പി ഞങ്ങൾ നിൻ മുൻപിൽ അമ്മേ നിൽപ്പോ കനിയൂ നീ. അക്ഷരരൂപിണി വീണാപാണി അഭയം നൽകുക ദേവി നീ. നാദരൂപിണി നാവിൽ നീ പകരൂ നാദബ്രഹ്മത്തിൻ തിരുമധുരം. നാദരൂപിണി നാവിൽ നീ പകരൂ നാദബ്രഹ്മത്തിൻ തിരുമധുരം. അജ്ഞത നീക്കി അമൃതം ചൊരിയൂ ആനന്ദരൂപിണി അനുഗ്രഹിക്കൂ. അക്ഷരരൂപിണി വീണാപാണി അഭയം നൽകുക ദേവി നീ. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു ചിറകുമായി പാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. നീ
ശ്യാമള നീലനഭസ്വര ചാരു സരോവരമായി നീരജ ശ്യാമള നീലനഭസ്വര ചാരു സരോവരമായി ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദിവരങ്ങളായി മാറി പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. താങ്ക് യു. ഒന്ന് എല്ലാവർക്കും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഐ എം അൺമ്യൂട്ടിങ് ഓൾ ടു സേ ദെയർ കമന്റ്സ്. യെസ്, പെട്ടെന്ന് പറഞ്ഞു, ടക്കാന്ന് പറഞ്ഞോളൂ. താങ്ക് യു അമ്പി ചേച്ചി, താങ്ക് യു സൂപ്പർ ചേച്ചി. ചേച്ചി വളരെ നന്നായിട്ട് പാടി. താങ്ക് യു ചേച്ചി. താങ്ക് യു താങ്ക് യു ചേച്ചി. ഇനി ആലോചിക്കും കണ്ടാ വീണ്ടും കറണ്ട് പോയില്ലല്ലോ. താങ്ക് യു എന്ന് മാത്രം വാക്കിൽ ഒതുക്കുന്നു ഞാൻ. കാരണം ആ താങ്ക് യുവിന് വാക്കുകൾക്കപ്പുറത്തേക്ക് ഒരുപാട് ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് എത്താനുള്ളതാണ്. അത് എത്തുക തന്നെ ചെയ്യും. ഇവിടെയല്ല, ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് അമ്പിയേച്ചിയുടെ നാദവിസ്മയം എത്തട്ടെ എന്ന് പറയുന്നില്ല, എത്തുക തന്നെ ചെയ്യും. അത് തഥാസ്തു തഥാസ്തു തഥാസ്തു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. യെസ്, ഇന്ന് രാവിലെ മുതൽ 3 സെഷൻസ് നമ്മൾ ക്ലാസ്സിൽ പങ്കെടുത്തു. എല്ലാവരും രാവിലെ 4 ക്ലാസ് 3 ക്ലാസ് മെഡിറ്റേഷൻ, അത് കഴിഞ്ഞ് ക്രെഡിറ്റ് ഹാപ്പിനെസ്, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ, അങ്ങനെ മുഴുനീള ക്ലാസ്. അതിനുശേഷം ഞാനൊരു സിനിമയ്ക്കും പോയി. അപ്പോൾ പിന്നെ എല്ലാം കൂടി ഇന്ന് പാക്ഡായി. സന്തോഷം. സോ ഐ ആം ഹാപ്പി. യെസ്, എവരിബഡി ഹാപ്പി ടുഡേ. ഇതും നമ്മൾക്ക് അൺകോംപ്രമൈസ് ആയിട്ടുള്ള ഒരേ ഒരു സാധനമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടാകുക തന്നെ വേണം. അതിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അല്ലേ? യാതൊരു തർക്കവുമില്ല. നമ്മൾ കടത്തെപ്പറ്റി സംസാരിച്ചാലോ കടബാധ്യതയെപ്പറ്റി സംസാരിച്ചാലോ എന്തിനെ പറ്റി സംസാരിച്ചാലും നമ്മൾ ഹാപ്പിനെസ്സിൽ നിന്നും കോംപ്രമൈസബിൾ അല്ല. യെസ്, ജോയ്ഫുൾ. സ്വിച്ച് ബോർഡ്സിനെ പറ്റി വീണ്ടും നമുക്ക് ഒരു ദിവസം ക്ലാസ് എടുക്കാണ്ട്. ഇന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പോസിറ്റീവാണോ നെഗറ്റീവാണോ, അല്ലെ? എപ്പോഴും പോസിറ്റീവ് ഇരിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? നമ്മൾ പോസിറ്റീവായാലും ചിന്തകൾ നമ്മളെ നെഗറ്റീവിലേക്ക് തള്ളിവിടുന്നു. എനിബഡി ഈസ് ദേർ വിത്ത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്? ആരെങ്കിലും ഇവിടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ടോ? ചോദ്യമാണ്, ഉത്തരം പറയാം. സാർ, ഐ ആം ഓൾവേസ് നെഗറ്റീവ് എന്ന് പറയുന്നവരുണ്ടോ? ടൈപ്പ്. ആരെങ്കിലും ഇവിടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ടോ? പിന്നെ എന്തിനാണ് ഇവിടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയുന്നത്, അല്ലെ? ദർ ഇസ് നോ റിലവൻറ്റ് ഹിയർ. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ടെങ്കിൽ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത് അവർ ഇവിടെ ഈ സൂമിൽ ഉണ്ടാവില്ല ഇപ്പോൾ. കാരണം അവർക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ അവരുണ്ടാവും, ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഓഫീസിൽ നടക്കുന്നുണ്ടാവും, നിങ്ങളുടെ അയൽവാക്കത്ത് നടക്കുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ പിന്നെ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവിനെ പറ്റി നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഫുൾ പോസിറ്റീവ് അല്ലേ? ആണല്ലോ, അല്ലേ? ഉറപ്പല്ലേ? നമ്മളെല്ലാവരും പോസിറ്റീവ് തന്നെയല്ലേ? യെസ്, എവറിബഡി ബിലീവ് ദാറ്റ് ഐ എം എ പോസിറ്റീവ് പേഴ്സൺ. ഇല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവ് ആവണം, ദർ ഈസ് സംതിങ്, എനിക്ക് അതിലേക്കാണ് യാത്ര. അപ്പൊ നമുക്കൊരു ടെസ്റ്റ് നടത്തിക്കളയാം. ഇപ്പോൾ
എല്ലാം ശരിയായി തുടങ്ങിയിരിക്കുന്നു. യെസ്, നമുക്കൊരു ടെസ്റ്റ് നടത്തിക്കളെ നോക്കാം നമ്മൾ എത്രത്തോളം പോസിറ്റീവാണ്, എത്ര മാർക്ക് നമുക്ക് കിട്ടുന്നു. ടെസ്റ്റ് നടത്തിക്കളെ, ക്വിക്കായിട്ട് പോകും ടെസ്റ്റ്. ഇനി നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുപോലെ കുറേ ടെസ്റ്റുകൾ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കും, ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട്. എൻ്റെ സമയപരിമിതി കഴിഞ്ഞുകൊണ്ട് ഒരുപാട് ടെസ്റ്റുകളെടുത്ത് ക്ലാസ്സിനകത്ത് നമുക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ആയി ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കുറേ മെഡിറ്റേഷൻ വീഡിയോസും ഒക്കെ വരും. ഇന്നത്തെ മെഡിറ്റേഷനൊക്കെ ഇന്നും ഇന്നലെയൊക്കെ ചെയ്ത മെഡിറ്റേഷൻസ് നല്ല മാറ്റങ്ങൾ ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നറിയാം. അമേസിംഗ് ആണ് ആൾക്കാരുടെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം. അതുപോലെ തന്നെ എനിക്കും അത് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും നല്ലൊരു മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ടെസ്റ്റ് നടത്താം അല്ലേ? ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് പറയുക നിങ്ങൾക്ക് എത്രത്തോളം അത് നിങ്ങൾ പോസിറ്റീവാണ് നെഗറ്റീവാണ് എന്ന് ഒന്ന് കൺഫേം ചെയ്യുക. ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാനൊരു 5 6 ക്വസ്റ്റ്യൻസ് തരും. അതിന് ആൻസർ എ എന്നോ ബി എന്നോ മാത്രം പറഞ്ഞാൽ മതി. അതായത് എസ് ഓർ നോ പറഞ്ഞ എ എന്നോ അല്ലെങ്കിൽ ബി എന്നോ അല്ല, എസ് ഓർ നോ പറഞ്ഞാൽ മാത്രം മതി. അത് നിങ്ങൾക്കത് യെസ് ആണെന്ന് തോന്നുന്നു നോ ആണെന്ന് തോന്നുന്നു മാത്രം പറഞ്ഞാൽ മതി. വേറെ ഇതൊന്നുമില്ല. നിങ്ങൾ അവിടെ എഴുതി വെക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ട് എത്ര അതെ എന്നും എത്ര അല്ല എന്നും പറഞ്ഞാൽ മതി. സർ, ലൈവ് മെഡിറ്റേഷൻ ഡെയിലി പോസിബിൾ ആണല്ലോ? ഡെയിലി പോസിബിൾ ചെയ്യുന്നുണ്ടല്ലോ. ആ ഡെയിലി പോസിബിൾ ഞാൻ എൻ്റെ ഭാഗത്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷെ റെക്കോർഡഡ് ആകുമ്പോൾ കുറച്ച് ഫാസ്റ്റ് നടക്കും എന്നുള്ളതേ ഉള്ളൂ. അത്രേ വ്യത്യാസമുള്ളൂ. കാരണം ലൈവ് മെഡിറ്റേഷൻ ആകുമ്പോൾ അത്രയും ഓർത്ത് നിൽക്കാൻ ചിലപ്പോൾ പറ്റുന്നതല്ല. അപ്പോൾ എൻ്റെ മെഡിറ്റേഷൻ സമയം. ഓക്കെ, എനിവേ ചോദ്യം തുടങ്ങുന്നു. എവരിബഡി റെഡി ഫോർ ഇറ്റ്, റൈറ്റ്? ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാനത് സ്റ്റാർട്ടിങ് തന്നെ പറയാം അല്ലേ? ഇതൊരു വീഡിയോ ആക്കി മാറ്റാം. ഓക്കെ, ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യട്ടെ. റീസ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ പോസിറ്റീവ് മനോഭാവമുള്ളവരാണോ നെഗറ്റീവ് മനോഭാവമുള്ളവരാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ടെസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ നടത്താം. നമ്മുടെ ചിന്താ സംവിധാനവും പ്രതികരണ രീതിയും അടിസ്ഥാനമാക്കി നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ചെറിയ ടെസ്റ്റ്. ഇതൊരിക്കലും ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റായിട്ട് എടുക്കരുത്. ഈ ടെസ്റ്റിന് യാതൊരു തര ഔദ്യോഗികമായ സ്ഥിരീകരണം ഇല്ല എന്നറിയുക. ഇതൊരു നമ്മൾ ചെറുതെ മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ്. അതുകൊണ്ട് ഇവിടെ നടത്തിയ ടെസ്റ്റ് വെച്ചിട്ട് ഞാൻ ആരെങ്കിലും എന്താ പറയുക മാനസികമായ എന്തെങ്കിലും ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് സാറെന്ന് പോസിറ്റീവാണ് നെഗറ്റീവാണ് തീരുമാനിച്ചു വന്നിട്ട് ഇതാണ് ടെസ്റ്റ് എന്ന് പറയരുത്. അത്തരം ടെസ്റ്റുകളല്ല ഇത്. സൈക്കോളജിക്കലായിട്ടുള്ള റെക്കോർഡിക്കലായിട്ടുള്ള ടെസ്റ്റിൻ്റെ മെത്തേഡ്സേ അല്ല. ഇത് വെറുതെ ഒരു നമ്മളെ മനസ്സിലാക്കാനുള്ള നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റ് മാത്രമായിട്ട് എടുക്കുക. ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. 5 6 ചോദ്യങ്ങൾ ചോദിക്കും. ഇതിൽ ആ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് അതെ അല്ല എന്ന് മാത്രം എസ് ഓർ നോ എന്നുള്ള ഉത്തരം മാത്രം കൊടുത്താൽ മതി. ഇത് നമുക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ക്വിക്കായിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പുതിയ വെല്ലുവിളികളെ നേരിടുമ്പോൾ നിങ്ങൾ അത് എന്തെങ്കിലും പഠിക്കാനുള്ള അവസരമായി കാണുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് പുതിയ എന്തെങ്കിലും ഒരു വെല്ലുവിളി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു പഠിക്കാനുള്ള അവസരമായി തന്നെയാണോ നിങ്ങൾ കാണുന്നത് അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിനുത്തരം അതെ എന്നോ അല്ല എന്നോ എഴുതുക. ഒന്നിൻ്റെ കൂടെ ഒന്ന് എഴുതിയിട്ട് അവിടെ അല്ല അതെ എന്ന് എഴുതിയാൽ മതി. ടോട്ടൽ നമുക്ക് കൂട്ടി നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു സങ്കീർണമായ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾക്ക് പകരം നല്ലതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ടോ എന്നുള്ളതാണ്. ഒരു വിഷയം നടക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളാണോ നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നല്ല വശങ്ങളാണ്, അതിലും ഒരു നല്ല വശമുണ്ട് എന്നായിരിക്കുമോ നിങ്ങൾ കാണുന്നത് എന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു സാഹചര്യത്തിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഭയവും ചിന്തയും ഒഴിവാക്കാൻ, അതായത് നിങ്ങളെ നിയന്ത്രിക്കാനായി ഭയവും ചിന്തയും ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കഠിനമായ ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഭയവും നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെയും ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതെ അല്ല, ഞാൻ ചെയ്യാറില്ല, ഞാൻ ചെയ്യാറുണ്ട്. എല്ലാവരും അത് മാത്രമേ പറയുന്നുള്ളൂ എന്ന് ഏകദേശം എനിക്കറിയാം. കാരണം ചോദ്യം അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളവരുടെ വിജയത്തെ നാലാമത്തെ ചോദ്യം, മറ്റുള്ളവരുടെ വിജയത്തെ പ്രശംസിക്കുകയോ അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയോ ചെയ്യാറുണ്ടോ? ചോദിക്കുമ്പോൾ ഇടക്കുന്ന ഒരു സാധനം
തികട്ടി വരില്ലേ കുറച്ച് ഗ്യാസ് താഴ്ന്ന്, അതെന്താണ് അവരങ്ങനെ, അതെന്താണ് അവരിങ്ങനെ എന്നുള്ള ഒരു ഗ്യാസ് തികട്ടി വരാറുണ്ടെങ്കിൽ ഈ അല്ല എന്നറിയുക, അല്ലെങ്കിൽ അതേ എന്ന് പറയുക. മറ്റുള്ളവർ വിജയത്തെ പ്രശംസിക്കുമ്പോൾ അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടോ എന്ന്. അഞ്ചാമത്തെ ചോദ്യം, നിങ്ങളുമായി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുന്നതായോ വിലമതിക്കുന്നതായോ തോന്നാറുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വില നൽകുന്നതായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, യെസ്. 5 ചോദ്യങ്ങളായി. ആറാമത്തെ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ, മിസ്റ്റേക്ക് വന്നാൽ അതിൽ നിന്ന് പാഠം പഠിച്ച് അത് ഭാവിയിൽ ഉപയോഗിക്കുമോ? മിസ്റ്റേക്ക് വരും, സാധാരണയാണ്. അതിൽ നിന്ന് പാഠം പഠിച്ച് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ചോദ്യം കൂടി ചോദിക്കാം അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വയം വിമർശനാത്മകമായി നിങ്ങൾ സമീപിക്കാറുണ്ടോ? എൻ്റെ തെറ്റ്, എൻ്റെ തെറ്റ്, എൻ്റെ തെറ്റ് എന്ന് സ്വയം വിമർശനാത്മകമായി നിങ്ങൾ പ്രതികരിക്കാറുണ്ടോ? നിങ്ങളുടെ നേട്ടങ്ങൾ വിലമതിക്കാതെ സ്വയം അപര്യാപ്തമായ ധാരണകൾ പലപ്പോഴും വരാറുണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുന്നു. ഓക്കെ, ഇത്രയും മതി. ഇതിൽ നിങ്ങൾക്ക് എത്ര എ കിട്ടി, എത്ര അതേ എന്ന് കിട്ടി, എത്ര അല്ല എന്ന് കിട്ടി എന്ന് കൂട്ടി നോക്കുക. ഏറ്റവും അതേ എന്ന ഉത്തരം ആണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ എന്താണ്, കുറച്ച് നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്കുണ്ട്, പക്ഷെ പോസിറ്റീവായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ല എന്നുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് മനോഭാവം അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടി ചോദിക്കുന്നു. സങ്കീർണമായ സാഹചര്യങ്ങൾ പ്രശ്നങ്ങൾക്ക് പകരം നല്ലതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ എന്ന്. 6A ആണെങ്കിൽ ഉടനെ തന്നെ പരിഹാരം കാണുക. ഓക്കെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ ഈ സെഷൻസ്, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ യഥാർത്ഥമായ വിഷയം ഇനി ബാക്കി പറഞ്ഞു തരാം. നെഗറ്റീവ് ചിന്തകളെ നെഗറ്റീവായി മാറുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. എഴുതി വെച്ചോളൂ. ചിന്തകൾ നെഗറ്റീവായി മാറുന്നത് ഒരു മനസ്സിൻ്റെ സ്വാഭാവിക പ്രക്രിയയാണ്. നമ്മുടെ മനസ്സ് പലപ്പോഴും അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം. ഓർമ്മകളിലെയും അനുഭവങ്ങളിലെയും നിന്ന് നമുക്ക് പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനെ എങ്ങനെ പരിഹരിക്കാം, അല്ലേ? ഇതാണ് നമ്മുടെ ചിന്ത. ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞതിൻ്റെ ആൻസർ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഈ ആണ് ലഭിച്ചെങ്കിൽ അതേ എന്നുള്ള ഉത്തരം 1 മുതൽ 3 വരെ ഏറ്റവും കൂടുതൽ അതേ എന്നുള്ള ഉത്തരമാണ് ലഭിച്ചത്. നിങ്ങൾക്ക് പോസിറ്റീവ് മനോഭാവം ഉണ്ട് എന്നും മറ്റത് പോസിറ്റീവ് മനോഭാവം കുറവെന്നുമാണ് ആൻസർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചിന്തകളെ പോസിറ്റീവായി മാറുന്നത് സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ സ്വാഭാവിക പ്രക്രിയയിൽ നിന്നും നമ്മൾ ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എങ്ങനെ? ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെ നമ്മൾ പോസിറ്റീവില്. എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമുക്ക് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിഞ്ഞാൽ പോരെ. അത് 5-6 കാര്യങ്ങൾ ഇന്ന് ഞാൻ ക്വിക്കായി പറഞ്ഞു പോകാം. എഴുതി വെച്ചോളൂ. ഇത് നിങ്ങൾ ചെയ്യേണ്ട ബോധപൂർവമായ പ്രവർത്തനമാണ് കേട്ടോ, മറ്റൊന്നുമല്ല. നെഗറ്റീവ് ഇല്ലാതാക്കുക എന്നതല്ല, ഉണ്ടായി വരുന്ന നെഗറ്റീവിനെ ബോധപൂർവമായ പ്രവർത്തനത്തിലെ മാറ്റുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് അംഗീകരിച്ച് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് അറിയിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിന്തകളെ ശ്രദ്ധിക്കുക. നമ്മുടെ ചിന്തകളെ നാം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്,
ചിന്തകൾ നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നു എന്ന്. അപ്പോൾ നമുക്ക് വേണ്ടാത്തൊരു ചിന്തയാണ് വരുന്നതെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് വേണ്ട ചിന്തയാണോ വേണ്ടാത്ത ചിന്തയാണോ എന്ന് ഒന്ന് മനസ്സിലാക്കുക. ഇനി മനസ്സിൽ എപ്പോഴും നടക്കുന്ന ചിന്തകൾ ശ്രദ്ധിക്കുമ്പോൾ അത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക. ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ കഴിയുകയുള്ളൂ. ഈ ചിന്ത എനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആദ്യം ഓരോ ആൾക്കും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ഘടകം. സാറേ എനിക്കിങ്ങനെയാണ്, സാറേ എനിക്കിങ്ങനെയാണ്, സാറേ എനിക്ക് കടമാണ്, സാറേ എനിക്ക് ഇത് ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെ ഇതല്ല എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്ന് ഒന്നാമത്തെ കാര്യം പറയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനോവൃത്തിയിൽ മാറ്റം വരുത്തുക, അതായത് ചിന്താധാരയിൽ മാറ്റം വരുത്തുക എന്ന് പറയും. ചിന്താധാരയിൽ മാറ്റം വരുത്തുക, ചിന്തകളിലെ ബോധപൂർവമായ ഇടപെടലിലൂടെ മാറ്റം വരുത്താൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു നെഗറ്റീവ്, ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, ഏതെങ്കിലും വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത ചിന്തകളാണല്ലോ നമ്മൾ നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത്. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്ന ഒരു പരിപാടിയുണ്ട്, ലെറ്റ് ഇറ്റ് ഗോ, തിരിച്ച് പിറകിലോട്ട് തള്ളിവിടുക. ഇത് നമുക്ക് വേണ്ടതല്ല എന്ന് ഉറപ്പിക്കുന്ന കൈ കൊണ്ടുള്ള ഒരു ആക്ഷനാണ്. കാരണം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മൂവ്മെന്റ്സ് സംഭവിച്ചാൽ ആ സാധനം അവിടെ നിന്ന് തെറ്റും, ശ്രദ്ധ തെറ്റും എന്നറിയുക. അതുകൊണ്ട് എളുപ്പത്തിലാണ് എപ്പോഴാണോ നിങ്ങൾക്ക് വേണ്ടാത്ത ചിന്ത വരുന്നത് അതിനെ ബോധപൂർവമായി ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വേണ്ടതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലളിതമായ സംഭവമാണ്. അയ്യോ എനിക്ക് എന്നെ പറ്റിക്കപ്പെടുമോ അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതും എനിക്ക് നല്ല ഫലം നൽകും എന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. ചിലപ്പോൾ മുൻപ് സംഭവിച്ച അബദ്ധധാരങ്ങളാവാൻ നമ്മളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അത് തന്നെ ഇന്ന് സംഭവിക്കണമെന്ന് ശാഠ്യം പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. മാറ്റവും ഉണ്ടാവാം അല്ലേ? അപ്പോൾ അതും സാധ്യമാണ്. അതുകൊണ്ട് ബോധപൂർവമായ പ്രവർത്തനത്തെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുമ്പോൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ദേഹത്തിൽ ശ്രദ്ധിക്കുക. ദേഹത്തെ ശ്രദ്ധിക്കുക, നമ്മുടെ ബോഡിയെ ശ്രദ്ധിക്കുക. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ദേഹം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. പലർക്കും ആങ്സൈറ്റി വരും, ബ്രീത്തിങ് കൂടും, വേർക്കും, കണ്ണുകളൊക്കെ പടപട അടിക്കും, തുമ്മൽ വരും. അങ്ങനെ പല പല വിഷയങ്ങളും യോഗവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് വരുമ്പോൾ മനസ്സിലാക്കുക ഞാൻ നെഗറ്റീവിലാണ് പോകുന്നുള്ളത് എന്ന് വളരെ ശ്രദ്ധിക്കുക. അതിന് ഏറ്റവും ചെയ്യേണ്ട കാര്യം, അങ്ങനെ വരുമ്പോൾ ഏറ്റവും നന്നായി ചെയ്യേണ്ട കാര്യം നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക, അല്ലെങ്കിൽ നന്നായി ഒന്ന് എക്സസൈസ് ചെയ്യുക. ഹാർട്ട് ബീറ്റ് കൂടുന്നൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായി ഒന്ന് എക്സസൈസ്. എങ്ങനെ? നല്ല എക്സസൈസ് അല്ല, നല്ല ബോഡി വീണ്ടും റിജുവിനേറ്റ് ചെയ്യുന്ന രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക. പോയിന്റ് എഴുതി വെച്ചോളൂ കേട്ടോ, അത് കഴിയുമ്പോൾ പോയിന്റ് ഇല്ല എന്ന് പറയരുത്. നന്നായി ബ്രീത്തിങ് ചെയ്യുക, നന്നായി ഒന്ന് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുകയോ കുളിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ ലഘു വ്യായാമം ചെയ്യുക. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തും എന്നുള്ളതാണ്. നെഗറ്റീവ് വരുന്ന ദേഹത്തിൽ ശ്രദ്ധിക്കുമ്പോൾ. നാലാമത്തെ കാര്യം എപ്പോഴും നമ്മൾ ചെയ്യാൻ പറയുന്ന സാധനമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം. എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുക. നിത്യധ്യാനം അത്യുത്തമം എന്നാ പറയുക. നിത്യധ്യാനം അത്യുത്തമം എന്ന് പറയും. അത് മനസ്സിനെ കാത്തു സൂക്ഷിക്കാനും ചിന്തകളെ നിയന്ത്രിക്കാനും നമ്മളെ സഹായിക്കും. കൃത്യമായ ശ്വാസോച്ഛ്വാസ വ്യായാമം എന്ന് പറയും. ഇതാണ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നത്. കൃത്യമായ ശ്വാസോച്ഛ്വാസ പ്രക്രിയ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൽ ബ്രീത്തിങ് അത്രയും കൺട്രോൾ ആവും. നമ്മുടെ തോട്ട്സുകൾ ഇല്ലാതെ ആവും. ഞാനൊക്കെ തോട്ട്സേ ഇല്ല, എനിക്ക് വെറുതെ നടക്കുമ്പോൾ ഫുൾ ബ്ലാങ്ക് ആണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതിങ്ങനെ പറയുന്നു എന്നല്ല, ഈ ക്ലാസ്സിനെ പറ്റി പോലും ചിന്തിക്കുന്നില്ല, ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓൾറെഡി അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ഒരു തോട്ട്സും ഇല്ല. ആവശ്യം എന്താണോ അത് മാത്രം ചിന്തിക്കുന്നു, ബാക്കിയുള്ള സമയത്ത് എംപ്റ്റിയാണ്, ഫുൾ എംപ്റ്റി. സംഭവിക്കുന്നതാണ്, നിത്യമായ മെഡിറ്റേഷനിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു. അഞ്ചാമത്തേത് എന്താണ്? അഞ്ചാമത്തേത് എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനം,
പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം കേൾക്കുക, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം പറയുക. നമ്മുടെ ലക്ഷ്യം എന്നതിനെ മാത്രം ലക്ഷ്യം എന്താണോ അതിൽ നിന്നും കേന്ദ്രീകരിച്ച് അതിൻ്റെ പോസിറ്റിവിറ്റി മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക, പറയുക. അല്ലെങ്കിൽ ചിന്തിക്കുക, പറയുക, പ്രവർത്തിക്കുക. 3 കാര്യങ്ങൾ കൃത്യമായി നിൽക്കുക. ഓരോ ദിവസവും പുനരാവർത്തിയിലൂടെയുള്ള പോസിറ്റീവ് ചിന്തകളെ നിറയ്ക്കുക എന്ന് മാത്രമാണ്. പോയിന്റ് എഴുതുന്നത് പോസിറ്റീവ് വാക്കുകൾ പറയുക എന്നുള്ളതാണ്. പറയുക മാത്രമല്ല, കേൾക്കുകയും 2, 3 പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ 5 പോയിന്റുകൾ പറഞ്ഞു. 6ാമത്തെ പോയിന്റ് അഫർമേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ഭയപ്പെടുന്നത് അതിനെ ശരിയാക്കാനുള്ള അഫർമേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആശങ്കകൾ എന്താണോ അതിനെ തിരുത്തുന്ന അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്താണോ നമ്മുടെ ആശങ്ക എന്നതിനെ പറ്റി അതിനെ കൃത്യമായി വിലോപമായി മാറുന്ന അഫർമേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇത് വളരെ എളുപ്പം. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ എല്ലാ ദിവസവും ചെയ്യുന്നത് ഈ 6 കാര്യങ്ങൾ മാത്രമാണ്. ഇത് മാത്രം ഫോളോ ചെയ്താൽ നിങ്ങൾ ഏത് തരത്തിലുള്ള, ഞാനിപ്പോൾ നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയുകയാണ്, നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെന്ന് കരുതിയാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് പോസിറ്റീവായി മാറും എന്ന് ഇതിനോടുകൂടി ഞാൻ ഇതിലെല്ലാവരും കൂടി നിങ്ങൾ സ്ഥാപിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൺഡേ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഇത്രയും 6 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഇന്നത്തെ നല്ല എന്നത്തെയും ദിവസം അടിപൊളിയായി മാറും. നിങ്ങൾക്ക് അതിൽ കൂടുതൽ യാതൊരു തരം പരിപാടികളും വേണ്ട. വളരെ ലഘുവായ സിമ്പിളായ ടെക്നിക്കാണ് എന്ന് മനസ്സിലാക്കുക. അല്ലെ, ഇത് ചെയ്യാൻ പറ്റാത്തവരാരുമില്ല, എല്ലാവർക്കും പറ്റും. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് അവിടെ ഉപയോഗിച്ചാൽ മതി. ബോധപൂർവമായ പ്രവർത്തനം നിങ്ങൾ നടത്തിയേ പറ്റുള്ളൂ എന്നത് ആണ് ഇതിൽ ഏറെ പ്രധാനം. ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടത്താത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഇത് സാധ്യമാവില്ല. അപ്പോൾ എവരിബഡി റെഡി ടു ഡു ദാറ്റ് അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ റെഡിയാണല്ലോ? വൺസ് അഗെയിൻ ഞാൻ 6 കാര്യങ്ങൾ പറഞ്ഞു. 6 കാര്യങ്ങൾ മാത്രം ചെയ്താൽ അടിപൊളി ആയി എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ബാക്കി നിങ്ങൾക്ക് ജനറൽ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടെങ്കിൽ 5 മിനിറ്റ് ചോദ്യങ്ങൾ ഉത്തരം മാത്രം പറഞ്ഞു പോകാം. സി ബോക്സ് ഓപ്പൺ ആക്കാനായിട്ട് മാത്രം ആരും അൺമ്യൂട്ട് ചെയ്യരുത്. സി ബോക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എനിക്കതില്ല സാറേ, എനിക്കിതില്ല സാറേ, അത് കിട്ടിയില്ല സാറേ, ഇതില്ല എന്നുള്ള സി ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട് ആരും അൺമ്യൂട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇത് ഇന്നത്തെ ദിവസവും തൽക്കാലം അതിനെയും പോസിറ്റീവ് ആക്കി മാറ്റാൻ വേണ്ടി മാത്രം അൺമ്യൂട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ കൊടുക്കുകയാണ്. നൗ യു ക്യാൻ ടോക്ക്. സാറേ, ഞാനൊരു കാര്യം പറയട്ടെ സാറേ. അതെ, എനിക്ക് പേസ് മേക്കർ വെച്ചെന്ന് പറഞ്ഞില്ലേ സാറേ, ഞാൻ അത് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ ദിവസമായി ഇങ്ങനെ നെഞ്ചിലൊക്കെ ഇരുന്ന് ഭയങ്കര വിഷമം. ശരിക്കും നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഗ്യാസ് ആണെന്ന് പറയണ, അതിനൊക്കെ മരുന്ന് കഴിക്കാണ്ട്, പക്ഷെ ഒന്നും കുറയണില്ല സാറേ. അപ്പൊ ഒരു ബ്ലെസ്സിങ് പോലെ സാറ് എന്താന്ന് വെച്ചാ ഒന്ന് ചെയ്തു തന്നെ. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് വല്ലാത്തൊരു പ്രശ്നങ്ങളാണ്. ഉണ്ടാവും. അധികം പറയണ്ട, ഉണ്ടാവും. ഫേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വിമിഷ്ടം ഉണ്ടാകും, സ്വാഭാവികമാണ്. അതിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. നമ്മൾക്ക് അംഗീകരിക്കാത്തിടത്തോളം കാലം, നിങ്ങൾ ആ കാര്യം അംഗീകരിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്കത് കൂടി വരികയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ആ സാധനം നിങ്ങളുടെ ശരീരത്തിൽ എക്സ്ട്രാ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ അംഗീകരിക്കുക. അതിൻ്റെതായ ചില വിഷമതകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ ആർക്കും തിരസ്കരിക്കാൻ പറ്റില്ല. അതൊന്ന് അംഗീകരിച്ച് കഴിയുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവാൻ തുടങ്ങും. വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതുണ്ട്, ഇല്ല എന്നില്ല, അതുണ്ട്. അത് നിങ്ങളൊന്ന് അംഗീകരിക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നിങ്ങൾ കണ്ണടച്ച് നിങ്ങളൊന്ന് ഇരുന്നേ. എന്നിട്ട് പറഞ്ഞ്, എനിക്കിപ്പോൾ എല്ലാം സൗഖ്യമാണ്, എനിക്കിപ്പോൾ പൂർണ്ണ സൗഖ്യമാണ് എന്ന് ഒരു 8 തവണ നിങ്ങൾ പറഞ്ഞേ. ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. പൂർണ്ണ ആരോഗ്യ അത് പറഞ്ഞാൽ മതി. കണ്ണടച്ച് അത് അനുഭവിച്ചുകൊണ്ട് പറയും.
യെസ്, തീർച്ചയായും മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ അഫർമേഷൻ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. വേണ്ടത് എന്താണ് അത് മാത്രമേ അഫർമേഷൻ ചെയ്യാവൂ. വേണ്ടാത്തതിനെ പറ്റി പറഞ്ഞ് സമയം കളയരുത്. നിങ്ങൾക്ക് വേണ്ടത്, എനിക്ക് ഗ്യാസിന്റെ വിഷയമുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടത് ഗ്യാസിന്റെ വിഷയമാണോ? അല്ല. അപ്പോൾ എനിക്ക് അതില്ലാത്ത അവസ്ഥ എന്ത് വേണം എന്നതാണ് അഫർമേഷൻസ്. അത് പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് കാലുവേദനയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. കാലുവേദന അല്ലല്ലോ നമുക്ക് ആവശ്യം, കാലിന് പൂർണ്ണ സൗഖ്യമാണ് ആവശ്യം. അപ്പോൾ നമുക്ക് എൻ്റെ കാലിൽ പൂർണ്ണ സൗഖ്യമുണ്ട് എന്ന് പറയാൻ എപ്പോഴാണോ, ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്, ബോധപൂർവമായ പ്രവർത്തനം നമ്മൾ നടത്തുന്നത്, അപ്പോൾ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. ഞാനും ഇവിടെ നിങ്ങൾക്ക് തരുന്നത് ഇത് മാത്രമാണ്, വേറെ ഒരു മാജിക്കുമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്താണോ അത് ഞാൻ അവിടെ ഇങ്ങോട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. എപ്പോഴാണോ നിങ്ങൾ അതിന് സാധ്യമാകുന്നത്, അപ്പോൾ മുതൽ നിങ്ങൾ ജീവിതം വിജയിച്ചു. എല്ലാവിധ എന്തായാലും മാമിന് എത്രയും പെട്ടെന്ന് സൗഖ്യം ഉണ്ടാവട്ടെ എന്നല്ല, സൗഖ്യം ഉണ്ടാവും. അതിലൂടെ ഒരുപാട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും ശ്രമിക്കാം എന്ന് മാത്രം. താങ്ക് യു സാർ. ഞാനേ വളരെ സ്മാർട്ടായിരുന്നു. സ്മാർട്ട് ആയിരുന്നു എന്ന് പറയല്ലേ, സ്മാർട്ട് ആണ് തന്നെ മതി. പഴയതൊന്നും മാറ്റണ്ട, സ്മാർട്ടാണ്. അങ്ങനെ തന്നെ തിരുത്തു, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ തിരുത്തും. കാരണം സങ്കടം കൊണ്ട് നമുക്കൊന്നും നേടില്ല മാം. സങ്കടം എന്നോട് പറഞ്ഞാലോ മറ്റൊരാളോട് പറഞ്ഞാലോ ഇത് ഷെയർ ചെയ്യപ്പെടില്ല. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് മാത്രം പറഞ്ഞാൽ മതി. എനിവേ, താങ്ക് യു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാവട്ടെ. പറഞ്ഞിട്ട് കുറച്ച് റിലാക്സേഷൻ ആവുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാര്യമില്ല, അതിങ്ങനെ അലിയിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. സർ, എനിക്ക് അപ്പോയിന്റ്മെന്റ് വേണമായിരുന്നു. അപ്പോയിന്റ്മെന്റ് ഇനി കൊച്ചി പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സമയമുള്ളൂ. അതിനു മുമ്പ് ദയവ് ചെയ്ത് ചോദിക്കരുത്, സമയം കിട്ടില്ല എനിക്ക്. അത് കഴിഞ്ഞിട്ട് അതായിട്ട് ബന്ധപ്പെട്ടോളൂ. രാജേശ്വരി ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം വരുന്നോളൂ കേട്ടോ. അപ്പം നമുക്ക് സംസാരിക്കാം കേട്ടോ. എന്താ പറഞ്ഞേ? ആരാ സക്സസ് സ്റ്റോറി പറയാൻ പോന്നെ? ഞാനാ. ശൈലരാജ് പറയൂ. സാറേ, കൊച്ചിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടേ, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്. അപ്പം പുള്ളിയോടൊന്ന് സംസാരിക്കാന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും സംസാരിച്ചില്ല. പക്ഷെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അപ്പൊ ആൾ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. നല്ലൊരു കമ്പനി നോക്കാം, CV അയക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം കൊച്ചിന്ന് ചെയ്തു. എന്താ പറയാൻ വന്നത്? എന്നിട്ട് ശൈല പറയാൻ വന്നത് എന്താണ്? ചെയ്തു ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് ഇങ്ങോട്ട് സംഭവിച്ചു എന്ന് പറയായിരുന്നു. ഓക്കെ വെരി ഗുഡ്. താങ്ക് യു. ഞാനിന്ന് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഞാനൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരു iPad വാങ്ങിക്കുന്ന കാര്യം എഴുതി വെച്ചിരുന്നു എന്റെ ആവശ്യങ്ങൾക്ക്. ഇന്ന് iPad അല്ല വാങ്ങിച്ചത്. അതിന് iPad സെർച്ച് ചെയ്ത സമയത്ത് നല്ല റേറ്റ് ആണ്, കോസ്റ്റ്ലി ആണ്. അപ്പോൾ എനിക്കുള്ള ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് ഒന്നും അതിൽ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഞാൻ സാംസങ് ടാബ് S9 Plus എന്ന് വാങ്ങി. അതുകൂടാതെ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 52,000 രൂപയാണ്. എനിക്കത് കിട്ടിയത് 45,000 രൂപക്കാണ്. അതും ടോപ്പ് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ഇതുവരെ അങ്ങനെ ആർക്കും അങ്ങനെയുള്ള ഒരു ഓഫർ പ്രഖ്യാപിച്ചില്ല. ഒരു കാർഡ് ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ അത് നോർമലി കാർഡുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അവര് തന്നെ കാർഡ് ശരിയാക്കി തന്നു. ആ ഓഫർ എനിക്ക് തരുകയും ചെയ്തു. 10,000 ഓഫിലാണ് എനിക്ക് ആ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ വേറെന്ന് വെച്ചാല്, ഇന്ന് രാവിലെ മെഡിറ്റേഷനിൽ ഞാൻ കേട്ടില്ല. ഞങ്ങൾക്കൊന്ന് ടെമ്പിളിൽ പോകേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് രാവിലെ തന്നെ 5 മണിക്ക് എണീറ്റ് കുളിച്ച് ഞാൻ മെഡിറ്റേഷനിൽ ഇന്ന് കയറിയിട്ടില്ല. രാവിലെ 10 മണിയുടെ ക്ലാസ്സിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഡ്രൈവിംഗിലായിരുന്നു, കേൾക്കാൻ പറ്റിയില്ല. 10 മണിക്കുള്ള ക്ലാസ്സിൽ ലാസ്റ്റ് 10 മണി ആ സമയത്താണ് വീട്ടിലെത്തിയത്. എന്താണ് യഥാർത്ഥ ബിസിനസ്? എന്താണ് എന്റേത്? ഷെയർ ട്രേഡിംഗ്, കോക്കനട്ട് ഓയിൽ മേക്കിംഗ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഷെയർ ട്രേഡിംഗ് ആണോ കോക്കനട്ട് ഓയിൽ ട്രേഡിംഗ് ആണോ? അല്ല, ട്രേഡിംഗ് അല്ല, കോക്കനട്ട് ഓയിൽ മേക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സംഭവം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഈ 2 കാര്യത്തിൽ ഞാൻ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
അതാണ് ഞാനിപ്പോ കറന്റ്ലി ഉള്ള എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. കുഴപ്പമില്ല, താങ്ക് യു. അറിയാം, വേറെന്താ വേറെ ആരും പറയാനില്ല? എന്താ അതിൻ്റെ ചെയ്യാം? എന്തെങ്കിലും ഉണ്ടോ പെട്ടെന്ന് പറയാം? സാറേ എനിക്കൊരു കാര്യം പറയാം. ആ, പറഞ്ഞു ശില്പ. ശില്പ, സാറേ ഞാന് ഓണത്തിന് നമ്മുടെ വീട്ടിലേക്കൊരു ഫ്രിഡ്ജ് മാറ്റി വാങ്ങിയിരുന്നു. അപ്പൊ അന്ന് അത് വാങ്ങിയിരുന്നു. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലെ അയൺ ബോക്സ് കേടായിരുന്നു. മാനിഫെസ്റ്റ് ചെയ്തു അയൺ ബോക്സ് ഒരു പുതിയ അയൺ ബോക്സ് വാങ്ങിക്കുന്നതായിട്ട്. അപ്പം നാളെ പോകുന്നു, അയൺ ബോക്സ് വാങ്ങിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തു. പക്ഷെ അന്ന് ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അത് ഇന്ന് അവര് നറുക്കെടുത്തു. അതിൽ എനിക്ക് അയൺ ബോക്സ് കിട്ടി. അയൺ ബോക്സ് വാങ്ങിക്കാതെ തന്നെ കിട്ടി? അയൺ ബോക്സ് വാങ്ങിക്കാതെ തന്നെ എനിക്ക് അയൺ ബോക്സ് വാങ്ങിക്കുന്നു. അത് വാങ്ങിച്ചതായിട്ടൊന്നുമല്ല, കടയിൽ പോയി വാങ്ങിക്കുന്നു എന്നല്ല. വെരി ഗുഡ്, മാനിഫെസ്റ്റേഷൻ അയൺ ബോക്സ് വാങ്ങുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഒരു കാര്യം അഡ്മിന്മാരോട് പറയാണ്, ഈ ശില്പ എന്തായാലും എറണാകുളത്ത് വരുന്നുണ്ട്. അപ്പൊ ലക്കി ഡ്രോയിൽ ശില്പയുടെ പേര് ഇട്ടേക്കരുതേ. അന്നത്തെ ശില്പയുടെ ഇപ്പോഴേ ഒഴിവാക്കരുത്, വേറെ ആർക്കും കിട്ടൂല്ലോ. അടിപൊളി, താങ്ക് യു, വെരി ഗുഡ്. സർ ഞാൻ വികിലാണ്. പിന്നെ ഞാൻ കൊച്ചിയിലേക്ക് വരേണ്ട കാര്യം ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പറ്റുവാണെങ്കിൽ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ദിവസം വരാൻ പറ്റുമോ? പറ്റും, പക്ഷെ നീ പറഞ്ഞില്ലേ അച്ഛന്റെ കാര്യം. അതെ, ഞാൻ അതിന് വേറെ വീട്ടിലേക്ക് ഒരാളെ ആക്കാനുള്ള ഒരു സെറ്റപ്പ് ഇങ്ങനെ നോക്കിക്കൊടുക്കും. അപ്പൊ അവന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടുള്ള പ്രശ്നം, എക്സാം നടക്കുന്നുണ്ട്. അപ്പോ ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത് ചാടും. മുൻകൂട്ടി പറയണം, നീ തലേദിവസം പറയുമല്ലോ. തലേദിവസം കണ്ണൂരിൽ നിന്ന് രാത്രി കയറണ്ടേ? കണ്ണൂരിൽ നിന്ന് രാവിലെ വണ്ടിയില്ലേ? രാവിലെ വണ്ടി എന്നെത്തൂല, 6-5 മണിക്കൂറല്ലേ? 5 മണിക്കൂർ. രാത്രി 2 മണിക്ക് 1 മണിക്ക് എത്തുന്ന കയറണം, എന്നാലേ എത്തും. ഓക്കെ 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 ഓക്കെ. അതിന് രാവിലെ കയറി എത്തില്ല, ലേറ്റ് ആവും. ഓക്കെ, ഞാൻ അങ്ങനെയാണ് തലേ ദിവസം പറയും എന്തായാലും. ഞാൻ പരമാവധി 1-2 നോക്കുന്നുണ്ട്. ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ സാധ്യത ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടല്ലോ. കാരണം അവന്റെ അപ്പൻ ഓർമ്മക്കുറവാണ്. അറ്റൻഡ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുണ്ട്. ആ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കസിനോട്. ഞാൻ ഒന്ന് രാത്രി വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ, അതാണ് പ്രശ്നം. വേണ്ട, നീ ഒരു കാര്യം ചെയ്യത് ഇമ്പോർട്ടൻസ് അത്. പക്ഷെ നീ ഇപ്പോ പുറത്തു പോകുന്നു എന്ന് പറയുന്നത് അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? ഇതെല്ലാം ചോദ്യചിഹ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ബിസിനസ് ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. വൈഫ് ഉണ്ട്, അപ്പൊ വൈഫിനെ ഇവിടത്തേക്ക് മാറ്റും. വൈഫ് ക്ലാസ് കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് വൈഫ്. ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയണമെന്നുണ്ട്, പക്ഷെ നിന്നെ കിട്ടാത്തതുണ്ട്. നീ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് മാറ്റം ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് മാറ്റാതെ നീ ബിസിനസ് ചെയ്യാൻ പോകരുത് എന്നുള്ള റിക്വസ്റ്റ് എനിക്കുണ്ട്. കാരണം അത് വളരെ പ്രധാനമായിട്ട് നീ ശ്രദ്ധിക്കേണ്ടത്. നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഞാനിവിടെ ക്ലാസ്സിൽ എല്ലാ ദിവസവും ഇരിക്കുന്നുണ്ട് പറയാണ്. നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നീ ശ്രദ്ധിക്കേണ്ട ചില എലിമെന്റ്സുകൾ നിന്നിലുണ്ട്. അത് നീ എപ്പോഴാണോ അതിനെ ഓവർകം ചെയ്യുന്നത്, അതിനുശേഷം മാത്രമേ നിനക്ക് ബിസിനസ് സക്സസ് ആക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് ഷെയർ ട്രേഡിങ് നീ തുടരുത് എന്ന് പറയും ഈ സമയത്ത്. ഞാനിപ്പോ നിർത്തിയിട്ടുള്ളത് മീൻസ് ഒരു 10-20 ദിവസമായി നിർത്തിയിട്ട്. ഞാൻ ഇതൊക്കെ നോക്കാറുണ്ട്, ജാതകമൊക്കെ നോക്കാറുണ്ട്. അപ്പൊ എനിക്ക് മാർച്ച് 29 വരെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. നിലവിൽ എനിക്കൊരു 10,000 ലോസ് ഉണ്ട്. ഓൾമോസ്റ്റ് പ്രോഫിറ്റിൽ തന്നെ റൺ ചെയ്യുന്നു. ഓക്കെ, ശരി, നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക്സ്. അപ്പൊ നമുക്ക് പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സാറേ? കോഴിക്കോട് സാർ, നമ്മളൊരു സുഹൃത്തിനോട് സാറിന്റെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ കാണാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഈ ക്ലാസ് പെയ്ഡ് ക്ലാസ്സിൽ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് പെയ്ഡ് ക്ലാസ്സിലാണ് വേണ്ടവർക്ക്? നമ്മള് ഈ ലോ പ്രൊട്ടക്ഷൻ അത് 999 തന്നെയാണോ, എങ്ങനെയാണ്? 999 അതൊക്കെ ഏത് കാലം? അത് ചോദിച്ചിരുന്നു, ഫീസിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അഡ്മിനെ വിളിച്ചോളൂ. ഇപ്പൊ ഇന്നലെ ഞാൻ ഓഫർ അഡ്മിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ ഏത് ക്ലാസ്സിലല്ലേ? ഞാന് അതെ, ആ ക്ലാസ്സിലാണ്. ഫസ്റ്റ് ഓഫർ ഉണ്ടായിരുന്നത്. 999 പേ ചെയ്തത്? 1,999. എന്നെ പേടിപ്പിച്ച. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ അഡ്മിനെ വിളിച്ച് പുഷ്പയിലൂടെ 1000 കൂടി മേടിക്കാൻ പറയാൻ വിചാരിച്ചത്. ആ ഓഫർ ഇപ്പൊ 2 ദിവസമായിട്ടുണ്ട്. ഓക്കെ, ഞാൻ സാറിനോട് പറയാം.
ഒരു BSNL റിട്ടയർഡ് ആയിട്ടുള്ള സാറാണ്. ഓക്കെ, പറഞ്ഞു. ശരി, അനുജിത്താണ് ഓക്കെ സാർ. സാർ. ആരാണ്? അനുജിത്താണ്. ആ പറഞ്ഞു. അനുജിത്ത്. പറഞ്ഞു. നാളത്തെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ അപ്പം അത് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് ആക്കി. തിരുവനന്തപുരത്താ ചെല്ല പറഞ്ഞപ്പോ കോഴിക്കോടത്ത് ഫില്ലായി പറഞ്ഞു. കോഴിക്കോടുള്ളത് ഫില്ലായി ഇന്റർവ്യൂ. അവിടെ. പിന്നെ തിരുവനന്തപുരത്താണ് വേക്കൻസി. അപ്പൊ തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് പെട്ടെന്ന് വോയിസ് ഇടേ തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട്. അപ്പൊ അവിടുത്തെ സാറ് വിളിച്ചു നോക്കിയിട്ട് തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ. പിന്നെ ഞാൻ എന്താ അവിടെ ഒരു തുടർന്ന് കിട്ടണം, തുടർന്ന് നിൽക്കാൻ പറ്റണം. കഴിഞ്ഞ പ്രാവശ്യം എന്തേമാതിരി ആലപ്പുഴ പോയിട്ട് അവിടെ എല്ലാരും വെക്കേറ്റ് ചെയ്തു, പേഷ്യൻസ് ഒക്കെ വെക്കേറ്റ് ചെയ്ത് പോയിട്ട് അവിടെ ആളില്ല. എന്നിട്ട് എല്ലാരെയും സ്റ്റാഫുമാരൊക്കെ ഒഴിവാക്കി. അപ്പം അങ്ങനത്തെ ഒരു പ്രോബ്ലം ആലപ്പുഴയിലുള്ള മാതിരി ഇവിടെ ഉണ്ടാവരുത്. അപ്പൊ ഇവിടെ തുടർന്ന് ഓൾറെഡി സെറ്റ് ചെയ്തു. നിന്റെ ആവശ്യം എന്താണ്? നീ ഓൾറെഡി സെറ്റ് ചെയ്ത്. എനിക്കൊന്നും പറയാനില്ല. അവിടെ ഉണ്ടായ പോലെ ഇവിടെ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് ഇനിയിപ്പോ എന്താ പോലെ. ഓക്കെ, ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് നിനക്കിപ്പോ നാളെ പോകാൻ പറ്റുമോ? എത്തുവോ? നാളെ വിളിച്ചു നോക്കണം, അവരെ വിളിച്ചു നോക്കിട്ട് വേണം. എന്തിലേക്കാ ഇന്റർവ്യൂ? ഇതേമാതിരി സെയിം ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഇതേമാതിരി നഴ്സിംഗ് വർക്ക് ആയിട്ടാണ് വിളിച്ചത്. നീ ആയുർവേദിക് നഴ്സിംഗ് വർക്ക് പഠിച്ചിട്ടുണ്ടോ? മറ്റേ പഞ്ചകർമ്മ ഉണ്ടല്ലോ, പഞ്ചകർമ്മ പഠിച്ചോ? അത് പഠിച്ചു. ഓക്കെ, അപ്പൊ ചെന്നെടുക്കും. ജോയിൻ ചെയ്യും. നാളെ അവരെ വിളിച്ചു. നാളെ വിളിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പോയി ജോയിൻ ചെയ്തിട്ടു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പൊ വേറൊന്നുമില്ലല്ലോ. അതിന്റെ പേര് എന്താണ് പറയാൻ വന്നത്? ഇന്ന് ആനന്ദവല്ലിമാൻ പറയാണ്, എനിക്ക് നല്ല കളക്ഷൻ ആയിരുന്നു, ഇന്ന് നല്ല വരുമാനമായിരുന്നു, രാവിലെ ലീവ് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല, നല്ല കളക്ഷൻ ആയിരുന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഒരുപാട് പിള്ളേര് സ്വിമ്മിങ് കളിക്കാൻ വരും അല്ലേ? 5 മണിക്ക് വന്നാൽ 10 മണിക്ക് എത്തില്ല സാർ. എവിടുന്ന് 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂരുന്നോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. 10 മണിക്ക് എത്താൻ ലേറ്റ് ആവുമേ, 5 മണിക്കത്തെ ട്രെയിന്. പിന്നെ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ദിവസം 5 മണിക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് രാവിലെ. വെരി ഗുഡ്. താങ്ക്സ്. എന്നും ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, എല്ലാ ദിവസവും ചെയ്യും കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് പിരിയാം ഇന്നല്ലേ, ഞായറാഴ്ചയല്ലേ, കുറച്ചും കൂടി നന്നായിട്ട് ഉറങ്ങാം എല്ലാവർക്കും അല്ലേ? സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ സർ, അജിതയാണ്. ചോദിച്ചോളൂ. ഞാനിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ചേരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ സാർ ഇവിടെ കൊച്ചിയിൽ വരണോണ്ട് മണി മാനിഫെസ്റ്റേഷൻ അതിന് ചേരാൻ വേണ്ടി ഞാൻ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്റെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഉള്ളിലൊരു ഒരു ധാരണയുണ്ട്. എന്ന് വെച്ചാ പൈസ സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ എന്റെ വീട്ടിലുള്ളവരൊക്കെ പണ്ട് പറഞ്ഞു എന്നുള്ള നിങ്ങളൊന്ന് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഒരു മിനിറ്റ്, നിങ്ങൾ നോക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ തെറ്റായ ധാരണ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഫൈൻ, പറഞ്ഞോളൂ, നീ കൃത്യമായി പറ. അപ്പൊ ഇങ്ങനെ പൈസ സമ്പാദിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഇങ്ങനെ പൈസ പറ്റി ഒന്നും വിചാരിച്ചുകൊണ്ടിരിക്കരുത്. പിന്നെന്താ, ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാനം കൊടുത്തു, അത് ശരി, പോട്ടെ, ദാനം പോട്ടെ. പിന്നെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അതിനെപ്പറ്റി അല്ലാണ്ട് വേറൊന്നും എനിക്ക് വിചാരിക്കാനില്ല. കുറെ പേർക്ക് കടം കൊടുത്തിട്ടുണ്ടാവുന്നൊന്നും തിരിച്ചു കിട്ടിയിട്ടുമില്ല. പക്ഷെ ഓരോ പ്രാവശ്യം ഇങ്ങനെ അവര് തിരിച്ചു തന്നില്ലല്ലോ എന്ന് നമുക്ക് ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആണ്. അയ്യോ, ഞാൻ പൈസയെ പറ്റി ചിന്തിക്കണം, അത് പാടില്ലാത്തല്ലേ, എന്തോ ദോഷമല്ലേ എന്നൊക്കെ, ഇങ്ങനെ എന്തൊക്കെയോ ധാരണകളാണ്. അത് എന്താ ചെയ്യേണ്ടത്? ഞാൻ സാറ് പറയുന്ന അഫർമേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചേർന്നിട്ട് 5 ദിവസമായിട്ട്. നല്ല ചോദ്യമാണ്. ഞാനതിന് ഒരു മറുപടി എങ്ങനെ പറയാൻ പറ്റും? എന്ത് മറുപടിയാണ് ഞാൻ പറയാ? നിങ്ങൾക്ക് തന്നെ അറിയാം ഉത്തരം എന്താന്നുള്ളത് അല്ലേ? ഇത് വെറുതെ
ഉത്തരം എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാം. ഒന്നാമത്തെ കാര്യം, കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് ഞാൻ പറയേണ്ടി വരും ഒരു എളുപ്പത്തിൽ പറഞ്ഞ. കാരണം അത് കൊടുക്കണ്ടെന്നല്ല കേട്ടോ, കൊടുക്കണ്ട എന്നല്ല. നമ്മൾ ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ അതിനെപ്പറ്റി സംസാരിച്ചാണ്. ഇത് നിങ്ങൾ പറഞ്ഞതൊക്കെ ഇവിടെ ഓൾറെഡി സംസാരിച്ച കാര്യമാണ്. പണം ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണിത്. മണി മാനിഫെസ്റ്റേഷൻ്റെ അത് ലിമിറ്റിംഗ് ബിലീഫ്, ഒരുപാട് കാര്യം പറയേണ്ടി വരും. എനിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, വേറൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം എങ്ങനെ പറഞ്ഞാൽ തീരുന്നില്ല. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഇതിനെപ്പറ്റി എടുത്തതാണ്. ഒന്നാമത്, കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇതുപോലെയുള്ള അബദ്ധധാരണകൾ, അറിവില്ലായ്മ മാത്രമാണ് കേട്ടോ, അറിവില്ലായ്മ കൊണ്ടുള്ള അബദ്ധധാരണകൾ, ഇതൊക്കെ ആണ് നമ്മളെ ഇങ്ങനെ ആക്കി വെക്കുന്നത്. മാറണം, മാറിയേ പറ്റൂ, വേറെ ഓപ്ഷൻസ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, കടമെടുക്കാൻ കേസ് കൊടുക്കുന്ന ഗവൺമെൻറ്റുള്ള രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഒരു ഗവൺമെൻറ് എങ്ങനെയിരിക്കുമോ അതുപോലെ ഇരിക്കും. അതായത് ഒരു രാജാവ് എങ്ങനെയാണ്, രാജാവിനേക്കാളും വലിയ പ്രജ ഉണ്ടാവില്ലെന്ന് പറയാറില്ലേ? അതറിയാലോ, രാജാവിനേക്കാളും വലിയ പ്രജ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ യഥാ രാജ തഥാ പ്രജ. അതെ. അപ്പം അത് തന്നെ. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. കടം നമ്മുടെ ഭാഗമായി മാറിയിരിക്കുന്നു. അപകടം എന്ന് പറയുന്ന സാധനം, അത് കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും രണ്ടും ശരിയാണ്. അപ്പൊ വന്നാ നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ. താങ്ക് യു. ബിസിനസിന്റെ ബുക്സ് ഇല്ലേ? ഹലോ, ഞാനാണ് വിജിലാണ്. ഓക്കെ, എന്താ ബുക്സിന്റെ പേരെന്താണ്? ബിസിനസിന്റെ ബുക്സ് ഞാൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. അത് ഇംഗ്ലീഷ് പുസ്തകമായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി സമയം, ബുക്സ് ഓൾറെഡി റെഡിയാണ്, 2 പുസ്തകങ്ങൾ റെഡിയാണ്. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബുക്ക് സെയിൽ ചെയ്യുന്നില്ല. മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്നുള്ളതാണ് ബുക്ക്. പക്ഷെ ആദ്യം ആ പുസ്തകം എഴുതിയതിന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് ഒരു കമ്പനി സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എങ്ങനെയായിരിക്കും എന്നുള്ള കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ഗൈഡാണ്. ഒരു കമ്പനികൾക്കുള്ള ഗൈഡാണ് പുസ്തകം. പക്ഷെ അതിന്റെ ഒരു ലിമിറ്റിംഗ് എന്ന് പറയുന്നത് അത് മാത്രം വാങ്ങിക്കുന്ന ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നവർ മാത്രമായിരിക്കും. അപ്പൊ നമുക്ക് പബ്ലിക്കിൽ കൊടുക്കാൻ പറ്റില്ല. അത് നെക്സ്റ്റ് ജനുവരി മുതൽ കംപ്ലീറ്റ് അതിന്റെ കോഴ്സും അതിന്റെ ഇതും തുടങ്ങും. ഇത് സെറ്റായി കഴിഞ്ഞാൽ അതിന്റെ കോഴ്സ് തുടങ്ങും. അപ്പോഴാണ് ആ ബുക്ക് വീണ്ടും പബ്ലിഷ് മാർക്കറ്റിൽ വരിക. ജനുവരിയിൽ ബിസിനസിന്റെ കംപ്ലീറ്റ് ആയിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ, സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾക്കുള്ള ക്ലാസ്സുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ്. അപ്പോൾ അപ്പോഴാണ് ആ പുസ്തകം വരിക. കംപ്ലീറ്റ് ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാവാനാണ് സാധ്യത. ആ പുസ്തകം മലയാളത്തിൽ ഉണ്ടാകും. പക്ഷെ അതിന് സമയം വേണം. എനിക്ക് എഴുതാൻ ഇനിയിപ്പോൾ സമയം കിട്ടിയാൽ മലയാളം ഇപ്പൊ തന്നെ എഴുതി തയ്യാറാക്കും. സമയമില്ലാത്തതുകൊണ്ട്. അതുപോലെ ഈ മണി മാനിഫെസ്റ്റേഷൻ പുസ്തകം, മണി മാനിഫെസ്റ്റേഷൻ ബുക്ക് തന്നെ വരുന്നുണ്ട്. ഓൾറെഡി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അത് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. അത് മലയാളീകരിച്ചതിന് ശേഷം മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഒന്നിച്ച് പബ്ലിഷ് ചെയ്യും. മണി മാനിഫെസ്റ്റേഷൻ ഒറ്റ കോൺസെപ്റ്റിൽ. അല്ല, ഞാൻ സാറിന് മറ്റേ പുസ്തകം മനസ്സ് അത് ഫുള്ള് വായിച്ചു. 2 പ്രാവശ്യം ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. എന്റെ ജീവിതത്തിൽ ഞാൻ SLC പരീക്ഷയ്ക്ക് പോലും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കാത്ത മനുഷ്യനാണ് ഞാൻ ഇത് പഠിച്ചത്. അതിനുശേഷം ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 4 ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോ പണത്തിന്റെ മനഃശാസ്ത്രം എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. സീക്രട്ട് എന്നുള്ള ബുക്ക് എന്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊരു ഹാബിറ്റായി മാറി എനിക്കത്. ഞാൻ ബുക്ക് വായിക്കാറില്ല. എനിക്ക് ഓഡിയോ ബുക്ക് കേൾക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് കേൾക്കുക എന്നതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനകത്ത് നീ ആദ്യം വായിക്കേണ്ടത് പുസ്തകം ഉറക്കെ വായിക്കുക തന്നെ വേണം. ഓഡിയോ ബുക്സ് ഉപയോഗിക്കുന്നത്. പുസ്തകം തുറന്നിട്ട് ഉറക്കെ വായിക്കണം. അതിന്റെ ഒരു ന്യൂനത നിന്റെ വാക്കുകളിലുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. മണി മാനിഫെസ്റ്റേഷൻ ബുക്ക് കോപ്പി ബുക്ക് ആയിട്ടില്ല. മണി മാനിഫെസ്റ്റേഷൻ വരുന്നുണ്ട്. ആദ്യം ക്ലാസ്സിൽ വരിക, 50,000 രൂപ തരിക, എന്നിട്ട് മാത്രമേ ബുക്ക് ഫ്രീ തരുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ഇന്ന് ശുഭരാത്രി, ശുഭനിദ്ര. ബാക്കി നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് സർ. ഗുഡ് Thank നൈറ്റ്. you, sir. Good night. Thank you, sir. Good night. Thank you. Good night, sir. Thank you, sir.